പത്മശ്രീ KP ഉദയഭാനു മാഷ് 1980 കാലഘട്ടത്തിൽ ഇന്ത്യ തലത്തിൽ മുഴുവനായിട്ട് സംഗീതം കൊണ്ട്, കാവ്യ മേഖല കൊണ്ട് ഗാന്ധിസത്വത്തിലൂടെ എങ്ങനെ പുതുതലമുറയെ സൃഷ്ടിക്കാം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ്, ഒരു സംഘടനയാണ് സബർമതി. അതിനെല്ലാ ജില്ലയിലും ശാഖകളുണ്ട്. അതിൻ്റെ കണ്ണൂർ ജില്ലയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. ഇത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സംഗീതജ്ഞൻ ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ഇതിൻ്റെ പ്രഥമ പരിപാടിയുമായി ബന്ധപ്പെട്ട് ദശത്തിനായി പാടാം എന്ന ടൈറ്റിലോടെ നമ്മൾ തുടങ്ങുന്ന ഈ സബർമതി കണ്ണൂരിൻ്റെ പ്രഥമ പരിപാടിയാണ് വരുന്ന 7-ാം തീയതി വൈകുന്നേരം ടൗൺ സ്ക്വയറിൽ 3:30 സമയത്ത് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സമൂഹത്തിൽ ദേശീയമായ ഒരു ബോധം വളർത്തുകയും അതോടൊപ്പം ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്ത് സമാധാനവും ഐക്യവും വളർത്തുക എന്ന ലക്ഷ്യമാണ്. ഇതിന് മാധ്യമമായിട്ട് ഞങ്ങൾ സംഗീതത്തെ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാട്ടിൽ ഇത്തരം സംഘടനകൾ, പാട്ടുകാരുടെ സംഘടനകൾ സംഘടിപ്പിക്കുകയും അതിലൂടെ ദേശീയ പ്രാധാന്യമുള്ള ഗാനങ്ങൾക്ക് പ്രസക്തി കൊടുത്തുകൊണ്ട് അവ ഒരു പൊതുപരിപാടിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയും ജനങ്ങളിൽ അതോടെ ഒരു ദേശീയ ബോധവും അല്ലെങ്കിൽ ദേശസ്നേഹവും വളർത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. KP ഉദയഭാനു സാറ് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം കുറച്ച് കാലങ്ങളായിട്ട് അതിപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ടും ഞങ്ങളിത് ഏറ്റെടുത്ത് പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ടു നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു 4 ഗാനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരുക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ, അന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനം കൂടിയായ ഈ മെയ് മാസം 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രധാന കാവ്യമായിട്ടുള്ള ഗീതാഞ്ജലിയിലെ ഏതാനും ഭാഗങ്ങൾ, അതിൻ്റെ മലയാള വിവർത്തനം ഞങ്ങൾ സംഗീതം ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ആലപിക്കുന്നതോട് ആണ് ഈ പരിപാടിയുടെ തുടക്കം. അതിനുശേഷം മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള 1-2 ഗാനങ്ങളും, ശേഷം ദേശഭക്തി ഗാനം, അതേ തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ലഘു ചടങ്ങായിട്ടാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്.